വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങളിപ്പം ചെക്കിനൊക്കെ ചെയ്തിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ഈ 3 മണി ചെക്കിൻ എന്നൊക്കെ പറയുമ്പം ഓൾമോസ്റ്റ് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞതുപോലെയാണ്. ഞങ്ങൾ രാവിലെ 6:30 മണിക്ക് എത്തിയവർ 1 മണിയാകുമ്പോൾ നമുക്ക് ഒരു റൂം കിട്ടിയായിരുന്നു. പിന്നെ ഒരു റൂം നമുക്ക് 3 മണിയൊക്കെ ആകുമ്പോഴാണ് കിട്ടിയത്. ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആയി. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി, അല്ലെങ്കിൽ ചുമ്മാ ഞങ്ങളുടെ ഒരു ദിവസം പോകുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ നേരെ ഇത് KK എന്ന് പറയുന്നൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ്, ഈ 7-Eleven പോലെ തന്നെ മലേഷ്യയിൽ ഏറ്റവും കൂടുതലുള്ളൊരു ഇതൊരു സൂപ്പർ മാർക്കറ്റാണ് ഈ KK എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് സാധനം വാങ്ങിച്ചിട്ട് ഇനിയിപ്പോഴാണ് മെയിനായിട്ടുള്ളൊരു ടാസ്ക് ഉള്ളത്. എന്താ വെച്ചെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റോ അല്ല എന്തെങ്കിലും കടയോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കണം. അങ്ങനെ അതിനെ നോക്കിയിട്ടാണ് ഞങ്ങളിപ്പോൾ നടന്നത്. ഞങ്ങൾ കുറേ നടന്ന്. ഇതെന്താ വെച്ചെങ്കിൽ ഞങ്ങൾ താമസിക്കുന്നത് ഒരു ഇറക്കമുള്ള സ്ഥലത്താണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കയറ്റം, നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ കയറിയിട്ടൊക്കെ പോകണം, ഇപ്പോൾ റെസ്റ്റോറൻറ്റൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നടന്നു. പിന്നെ എന്താ വെച്ചെങ്കിൽ എല്ലാം ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നടക്കാൻ നല്ല രസമൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് ഇങ്ങനെ നടന്നതിന് ശേഷം നമ്മൾ പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വലിയ റെസ്റ്റോറൻറ്റിലൊന്നുമല്ല, ഒരു നോർമലായിട്ടുള്ളൊരു കടയിലാണ് കേട്ടോ നമ്മൾ കയറിയത്. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഷവർമ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഒരു സിഗ്നൽ കഴിയുമ്പോൾ എന്തോരം ആൾക്കാരെന്നറിയോ ഈ ഒരു സിഗ്നലിലൂടെ അങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്നത്. അങ്ങനെ ഞങ്ങളിത് ഈ സ്ഥലത്തോട്ടെത്തി. ഇവിടെ അങ്ങനെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാരും ഇതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സീസും ഐഡും പോയിട്ട് കുറച്ച് സമയം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങി ചെറുതായിട്ട്. അങ്ങനെ പിന്നെ പെട്ടെന്ന് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ മാറി നിന്നു. പിന്നെ ഞങ്ങൾ എന്താ വെച്ചെങ്കിൽ അതിന് ചെറിയൊരു കുഞ്ഞു കട, അപ്പോൾ ആ കടയുടെ അകത്ത് പോയിട്ട് പിന്നെ ഞങ്ങൾ കഴിച്ചു. പിന്നെ മഴ നല്ലതുപോലെ കൂടിയപ്പം പിന്നെ ഞങ്ങളൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ട് നേരെ സൂര്യ KLCCയിലോട്ട് പോയി. പിന്നെ ഇപ്പം ക്രിസ്മസിൻ്റെ ഒക്കെ സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു മോളിലൊക്കെ. പിന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. കുറച്ച് സമയം ഞങ്ങളും സിസുവിനെയും ഐഡുവിനൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുത്തി ഫോട്ടോസൊക്കെ എടുത്തു. അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ അവർക്ക് അത്യാവശ്യം എല്ലാം തിരിച്ചറിയേണ്ടത്ര ഒരു പ്രായമായല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അവർ. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുന്ന ആൾക്കാർക്ക് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചെങ്കിൽ ഡിസംബർ മന്തിൽ പോക്കോ. എന്താ വെച്ചെങ്കിൽ നമുക്ക് ശരിക്കും ഈ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ ഒക്കെ ഒരു വൈബ് നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ശരിക്കും ഡിസംബർ മന്താണ് അടിപൊളി. പിന്നെ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റൊക്കെ കുറച്ച് കൂടുതലാണ്, അപ്പോൾ അത് ശരിക്കും വലിയൊരു പ്രോബ്ലമാണ്. എന്നാലും ഡിസംബർ മന്ത് ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ KLCCയുടെ ബാക്കിലൊരു പാർക്കുണ്ട്. ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ പോയപ്പോൾ അവിടെ പോകണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നമുക്ക് പറ്റിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും അങ്ങനെ മഴ കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഈ പ്രാവശ്യം പോയപ്പോഴും മഴയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ജിസുവിനെ പോയിട്ട് കുറച്ച് സമയം ആ പാർക്കിൽ കളിപ്പിക്കണമെന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ മഴയായതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനും പറ്റിയിട്ടില്ല. പിന്നെ ഇത് മോളിൻ്റെ അകത്തുള്ളൊരു ബ്യൂട്ടി പ്രോഡക്റ്റിൻ്റെ ഒരു ഷോപ്പാണ്. പിന്നെ അവിടെ കയറുമ്പോൾ തന്നെ 50%, 60% ഒക്കെ ഓഫറൊക്കെ എഴുതിയത് കണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയത്. പക്ഷേ കണ്ടതുപോലെയൊന്നല്ല, നല്ല കത്തിയാണ്. പിന്നെന്താ വെച്ചെങ്കിൽ നമ്മൾ ശരിക്കും അവിടുത്തെ റിങ്കറ്റിനെ ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പം അത്യാവശ്യം നല്ല പൈസയുടെ ഡിഫറൻസ് വരും.
പിന്നെ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ സാധനം വലിച്ചിട്ട് നോക്കുകയൊക്കെ ചെയ്തു. ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ പെട്രോണസ് ട്വിൻ ടവറിൻ്റെ അടുത്തോട്ട് പോയി. ഞങ്ങൾക്ക് അങ്ങനെ കൂടുതലായിട്ട് ഫോട്ടോസും നല്ല വീഡിയോസും ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം കുറേ നല്ല നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതുകൊണ്ട് നമ്മളിപ്പം വലിയ താല്പര്യവും കാണിച്ചിട്ടില്ല. അങ്ങനെ ഭയങ്കര ടൈം കൊടുത്തിട്ട് ഫോട്ടോ എടുക്കണം വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ അത്ര വലിയ താല്പര്യം കാണിച്ചിട്ടില്ല. പിന്നെ അവിടെ ഒരു പിയാനോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറി ഇവൻ ചുമ്മാ കുത്തി കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ മോളിൻ്റെ അകത്തോട്ട് പോയിട്ട് ഇത് ഫുഡ് കോർട്ടിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇവരൊക്കെ ചോപ്സ്റ്റിക്കൊക്കെ ആയിട്ടാണ് കഴിച്ചത്. പിന്നെ എനിക്ക് ചോപ്സ്റ്റിക്കൊന്നും യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ചുമ്മാ റിസ്ക് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് ട്രൈ പോലും ചെയ്തിട്ടില്ല. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ റൂമിലോട്ട് പോയി.